വിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റമദാനിൽ പോലും റിലീസിന്റെ പടങ്ങൾ തേടിപ്പോകുന്ന ചെറുപ്പക്കാർ, സഹോദരങ്ങൾ, സഹോദരിമാർ ഇന്ന് ധാരാളമാണ്. എത്രയാണ് ഈ റമദാനിൽ പോലും വലിയ 2 ബ്രഹ്മാണ്ഡ ചിത്രം റിലീസ് ചെയ്തു. അതിലേറ്റവും കൂടുതൽ പോയിട്ടുള്ള സമൂഹം നമ്മുടെ സമൂഹം തന്നെയാണ്. ഒരു കാലഘട്ടങ്ങളിൽ റിലീസിന്റെ പടങ്ങൾ പെരുന്നാളിനെ ചെയ്യുള്ളൂ. എന്താ കാര്യം? അവൻ ലൈലത്തുൽ ഖദർ പൊതിഞ്ഞു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് നിവർത്തുമെന്ന് അവർക്കറിയാം. കാരണം റമദാനിൽ നേടിയെടുത്തിട്ടുള്ളതാകുന്ന ആ ചൈതന്യം മുഴുവൻ കൊണ്ട് കളയും. എന്തിനാ പെരുന്നാളിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്? റമദാനിൽ ഒരൊറ്റ മുസ്ലിമിനെയും കിട്ടൂല എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ഇന്ന് പിശാചിൻ്റെതാകുന്ന പരിശ്രമങ്ങൾ കൂടി ഇന്ന് നമ്മുടെ യുവാക്കളുടെയും യുവതികളുടെയും യൂട്യൂബിലൂടെയും മറ്റുള്ള വീഡിയോസ് കാണലുമൊക്കെ കൂടി അവർക്ക് തന്നെ മനസ്സിലായി, നിർമ്മാതാക്കളും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കൊക്കെ അറിയാം, ഏത് സമയത്ത് ഇത് റിലീസ് ചെയ്താലും വരാനുള്ളവരൊക്കെ ഇങ്ങ് വരും. അതിനകത്തുള്ള നല്ല ശൈത്താന്മാരുണ്ട്, അവരെ നമുക്ക് കിട്ടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് റമദാനിൽ തന്നെ റിലീസ് ചെയ്തു. നല്ല രാവ് നോക്കി എത്ര മോമിനിയങ്ങളാണ് പോയി കണ്ടവർ, തിയേറ്ററിൽ പോയി നേരിട്ട് കണ്ടവർ. കാണുക മാത്രമല്ല, അത് കണ്ടതിന് ശേഷം അതിന്റെ വീഡിയോ എടുത്തുകൊണ്ട് തിയേറ്ററിൽ അവനിരുന്നതും അവന്റെ സീറ്റ് നമ്പരും അടക്കം അന്നുണ്ടായ സാഹചര്യങ്ങളും അടക്കം മൊബൈൽ ഫോണിൽ എടുത്തിട്ട് അത് മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്ന വിധത്തിൽ സ്റ്റാറ്റസ് വീഡിയോ ഇടുകയാണ്. ചിന്തിച്ചു നോക്ക്, അവരെക്കാൾ വലിയ കുറ്റവാളിയാരാണ്? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കും. അവനേക്കാൾ വലിയ കുറ്റവാളി ആരാണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കുല്ലു ഉമ്മത്തി മുആഫാത്തുൻ ഇല്ലൽ മുജാഹിരീൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എല്ലാ സമൂഹവും എല്ലാ സമുദായവും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. എന്റെ ഉമ്മത്തിൽ നിന്ന് സർവർക്കും അല്ലാഹു പരിപൂർണമായി പുറത്തു കൊടുക്കുന്നതാണ്. ഇല്ലൽ മുജാഹിരീൻ, മുജാഹിരീങ്ങളായ ആളുകൾക്കൊഴികെ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഖാലൂ, ഉടനെ സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, വമൽ മുജാഹിരീന യാ റസൂലല്ലാഹ്, വമൽ മുജാഹിരീന യാ റസൂലല്ലാഹ്. ആരാണ് റസൂലേ മുജാഹിരീങ്ങൾ? ആരാണ് മുജാഹിർ എന്ന് പറഞ്ഞു തരുമോ റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ അയ്യഅമറ റജുലു ബില്ലൈലി അമലാ. രാത്രി സമയത്ത് തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യനാണ്. പാതിരാത്രി സമയത്ത് മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് നിലകൊള്ളുകയാണ്. പാതിരാത്രി സമയത്ത് കൂട്ടുകാരും ഒന്നിച്ച് മോശപ്പെട്ട തരത്തിൽ പോയി തെറ്റുകൾ ചെയ്യുന്നവനാണ്. വിചാരശാലകളിലേക്ക് പോയി വ്യഭിചരിക്കുന്നവനാണ്. തിയേറ്ററിലേക്ക് പോയി സിനിമ കാണുന്നവനാണ്. പാതിരാത്രി സമയത്ത് അത്തരത്തിലുള്ള ചെയ്തികൾ ചെയ്തിട്ട് അവൻ നേരം വെളുക്കുമ്പോൾ അവൻ ജനങ്ങളോട് പറയുകയാണ്, ഖദ് അമിൽതുൽ ബാരിഹത കദാ വകദാ. ഇന്നലത്തെ രാത്രി ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന തിയേറ്ററിൽ പോയി പടം കണ്ടവനാണ്, ഞാൻ ഇന്ന സിനിമ കണ്ടവനാണ്, ഞാൻ ഇന്ന സീരിയൽ ദർശിച്ചവളാണ് എന്ന കൂട്ടുകാരോട് വിളിച്ചു പറയുന്നവരെ, കണ്ട സിനിമകളുടേതാകുന്ന വീഡിയോ എടുത്തുകൊണ്ട് സ്റ്റാറ്റസ് വീഡിയോ ഇട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുത്തുകൊണ്ട് ചെയ്ത തെറ്റുകൾ പരസ്യമാക്കുന്നവരെ, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കുല്ലു ഉമ്മത്തി മുആഫാത്തുൻ ഇല്ലൽ മുജാഹിരീൻ. എന്റെ സമൂഹത്തിലുള്ളവർ, എന്റെ സമുദായത്തിലുള്ളവർ സർവർക്കും അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവരാണ്. ഈ രീതിയിൽ തെറ്റ് ചെയ്യുന്നവർക്കൊഴികെ, പരസ്യമായി ചെയ്തതാകുന്ന തെറ്റുകൾ വിളിച്ചു പറയുന്നവർക്കൊഴികെ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. രാത്രി ചെയ്തതാകുന്ന തെറ്റ് നീയും റബ്ബും മാത്രമാണ് അറിഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിലേക്ക് തൗബ ചെയ്താൽ പടച്ച റബ്ബ് സ്വീകരിക്കുമായിരുന്നു. പക്ഷേ നീ പരസ്യമാക്കുകയാണ്. ആ തെറ്റ് ജനങ്ങൾക്ക് പ്രചോദനമാകും വിധം വെളിപ്പെടുത്തി
വെളിപ്പെടുത്തുകയാണ്. അന്യ പെണ്ണുമായി രാത്രിയെ ശയ്യവലംബിച്ചിട്ട് നേരം വെളുത്തുകൊണ്ട് കൂട്ടുകാരോട് വെളിപ്പെടുത്തുന്നവരെ, ഞാൻ ഇന്നലെ ഭാര്യയുമായി ഈ രീതിയിൽ ബന്ധപ്പെട്ടു എന്നൊക്കെ വിളിച്ചു പറയുന്ന കൂട്ടുകാരികളില്ലേ, ഭർത്താക്കന്മാരില്ലേ, നഊദു ബില്ലാഹ്, ഹറാമാണ്, നിഷിദ്ധമാണ്, വലിയ പാതകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാത്തതാകുന്ന പാതകമാണ്. എത്രയോ സഹോദരിമാർ, എത്രയോ ചെറുപ്പക്കാര് അത്തരത്തിലുള്ളതാകുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് സമൂഹത്തിൽ നടത്തുന്നുണ്ട്. തലേന്ന് രാത്രി അവന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി സല്ലപിച്ചത് വരെ നേരം വെളുക്കുമ്പോൾ കൂട്ടുകാരോട് വെളിപ്പെടുത്തുന്നതായ സഹോദരങ്ങൾ, തലേന്ന് രാത്രി തന്റെ പ്രിയപ്പെട്ട ഭർത്താവുമായി ഏത് രീതിയിലാണ് ബന്ധപ്പെട്ടത് എന്നവരെ പരസ്യമായി കൂട്ടുകാരികളോട് ഫോൺ വിളിച്ച് പറയുന്ന സഹോദരിമാര്. ആദരവായ പ്രവാചകൻ പറയുകയാണ്, വെളിപ്പെടുത്തരുതേ, വെളിപ്പെടുത്തരുതേ, അത് വലിയ പാതകമാണ്, തെറ്റുകുറ്റമാ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു നൽകില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എവിടെയാ നന്നായത്? റമദാൻ വിട പറയാൻ വേണ്ടി അടുത്തു നിൽക്കുമ്പോ റമദാൻ കൊണ്ട് നിർബന്ധമാക്കപ്പെട്ട ആയത്തിന്റെ അവസാന ഭാഗം ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയിട്ടാ ഈ നോമ്പ് നൽകിയത് എന്ന് അല്ലാഹു പറഞ്ഞതിൽ നിന്ന് എടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചെന്ന് നോക്കി എവിടെയാ നമുക്ക് തഖ്വ വന്നത്? എവിടെയാ നമുക്ക് തഖ്വ വന്നത്? റമദാൻ വരുമ്പോ റിലീസിന്റെ പടങ്ങൾ തേടിപ്പോകുന്നതോ? റമദാൻ വന്നിട്ടും പാവപ്പെട്ടവന് കണ്ണീരപ്പാതെ നിലകൊള്ളുന്നതോ? റമദാൻ വന്നിട്ട് പോലും നിസ്കാരത്തിന് ശ്രദ്ധ ചെലുത്താതെ നിലകൊള്ളുന്നതോ? റമദാൻ വന്നിട്ടും പള്ളിയുടെ സ്ഥലങ്ങളിൽ ഫനായും ഫസാദും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കൂടുന്നതോ? എവിടെയാ നമ്മൾ നന്നായത്? എവിടെയാ നമുക്ക് നന്നാവാൻ പറ്റിയിട്ടുള്ളത്? ഒന്ന് ചിന്തിക്ക്. ഈ നോമ്പ് കൊണ്ട് നമുക്ക് എന്ത് മാറ്റം ഈ ദിവസങ്ങൾ അത്രയും ഉണ്ടായി? ചിലര് കരുതി ഒന്ന് വെയിറ്റ് ലോസ് ചെയ്യാം, വണ്ണം ഒന്ന് കൂടിയിട്ടുണ്ട്, തടി അല്പം കൂടിയിട്ടുണ്ട്, അതൊന്ന് കുറയ്ക്കാം, ഷുഗർ അല്പം കൂടിയിട്ടുണ്ട്, അതൊന്ന് ക്രമാതീതമാക്കാം, അതിനുവേണ്ടി നോമ്പ് പിടിച്ചു. അവർക്ക് ആ നിയ്യത്തുണ്ടാവും. എന്നിട്ട് തന്നെ ഇപ്പൊ തൂക്കി നോക്കിയപ്പോ 5 കിലോ കൂടുതലുണ്ട് ചിലർക്ക്. കാരണം റമദാനി നല്ല സമൂസായും കരിച്ചതും മരിച്ചതും ഒക്കെ നല്ല റാഹത്തായിട്ട് എല്ലാം കഴിച്ച് ഹലാക്ക് 5 കിലോ കൂടി. അല്ലാഹു നമ്മളാക്കണം. നമ്മുടെ അവസ്ഥ. ഹറാമ് കഴിച്ച്, ഹറാമ് ഭുജിച്ച്, സിനിമ കണ്ട്, സീരിയൽ ദർശിച്ച്, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ട്, റമദാനിന്റെ പകലിൽ പോലും രാത്രിയിൽ പോലും എന്നില്ല സിനിമാ ടാക്കീസിൽ പോയി സിനിമകൾ കണ്ടുകൊണ്ട് മോശപ്പെട്ട കൂട്ടുകാരുമായി അടിച്ചു പൊളിക്കുന്നവരല്ലേ, രഹസ്യമായി വേഴ്ച നടത്തുന്നവരല്ലേ. എത്രയോ അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ലൈംഗിക വേഴ്ച ഈ പരിശുദ്ധമായ റമദാനിൽ പോലും നമ്മൾ നടത്തിയില്ലേ. അന്യന്റെ ഫോൺ നമ്പർ കിട്ടാൻ വേണ്ടി താല്പര്യം വെക്കുന്നവരല്ലേ. മറിയം ബീവിയുടെ ജീവിതം ഒന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അന്യ ഒരു പുരുഷനെ കണ്ടപ്പോ പുറത്തു പോകണേ, ഞാൻ അല്ലാഹുവിനോട് നിന്നെ തൊട്ട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞ മറിയമിന്റെ പ്രിയപ്പെട്ടതാകുന്ന അനുയായി വൃന്ദമല്ലേ നമ്മൾ. ഒരന്യ പുരുഷന്റെതാകുന്ന മിസ് കോൾ കിട്ടാൻ വേണ്ടി മൊബൈൽ ഫോണുമായി വൈകുന്നേരം വരെ ഉലാത്തുന്ന സഹോദരിമാരുള്ള കാലഘട്ടമല്ലേ. ഇൻസ്റ്റഗ്രാമിൽ ഒരു അന്യ പുരുഷന്റെ മെസ്സേജ് എന്ന് കടന്നു വരാൻ വേണ്ടി കൊതിക്കുന്ന സഹോദരിമാരുള്ളവരല്ലേ. തന്റെ വാപ്പയറിയാതെ ഉമ്മയറിയാതെ രഹസ്യമായി പാതിരാത്രി സമയത്ത് അന്യനുമായിട്ട് ചാറ്റ് ചെയ്ത് വാട്സാപ്പിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ അവരുമായി മോശപ്പെട്ടതാകുന്ന രീതിയിൽ ചാറ്റിംഗ് നടത്തി പാതിരാത്രി സമയത്ത് വീഡിയോ കോളിലൂടെ തന്റെ ശരീരത്തിൻ്റെതാകുന്ന നഗ്നഭാഗങ്ങൾ മുഴുവനും പരപുരുഷന്മാർക്ക് കാണിക്കാൻ തയ്യാറായി നിൽക്കുന്ന മുസ്ലിം സഹോദരി മറിയം ബീവിയുടെ ചരിത്രമാണ് നീ പഠിക്കേണ്ടത്. അവരുടെ ജീവിതമാണ് നീ ഉൾക്കൊള്ളേണ്ടത്. അന്യരാകുന്ന പരപുരുഷന്റെ മുന്നിൽ തന്റേതാകുന്ന പ്രൊഫൈൽ പിക്ചർ ഇട്ടത് മാത്രമല്ല, തന്റെ മാറിടം, തന്റെ നഗ്നമാക്കപ്പെട്ട യോനിഭാഗം, തന്റെ ശരീരത്തിന്റെ ഉടയാടുകൾ വസ്ത്രം മാറ്റി പരിപൂർണമായ നഗ്നത കാണിച്ച് അവന്റെ മുന്നിൽ വലിയ താല്പര്യത്തോടുകൂടി നിലകൊള്ളുന്ന മുസ്ലിം അംഗമാർ അധികരിച്ച കാലഘട്ടമല്ലേ. പ്രവാസ ലോകത്ത് പൊരുവയലത്ത് നിനക്ക് വേണ്ടി അരച്ചാണ് വര നിറയ്ക്കാൻ വേണ്ടി മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ സ്നേഹം മറന്ന്, പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയുടെ സ്നേഹം മറന്ന് ദുനിയാവിൽ അടിച്ചു പൊളിക്കുന്ന ഭർത്താക്കന്മാരെ, ഭാര്യമാരെ ഖേദിക്കണേ, ഖേദിക്കണേ. നമുക്ക് ഏറ്റവും വലിയ ഉപമയായി അല്ലാഹു പറഞ്ഞത് ബീവി മറിയമാണ്, ബീവി മറിയമാണ്. ആദരവായ പ്രവാചകൻ അതുകൊണ്ട് തന്നെ പറയുകയാണ്, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 സ്ത്രീകളെയാണ് എനിക്ക് നാളെ വിവാഹം ചെയ്തു തരുക. സവ്വജനി അല്ലാഹു ഫിൽ ജന്ന
സലാസതു ഇംറആ, 3 സ്ത്രീകളെ എനിക്ക് നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു വിവാഹം ചെയ്തു തരും. ഒന്ന് ആസിയ ബീവിയാണ്. ശത്രുക്കളുടെ ശല്യം കൊണ്ട് വല്ലാതെ പൊരുതുമുട്ടി അവസാനം വീരമൃത്യു വരിച്ചതാകുന്ന ബീവി ആസിയ, ഫിർഔനിന്റെ ഭാര്യയാകുന്ന ആസിയെ എനിക്ക് അല്ലാഹു വിവാഹം ചെയ്തു തരും. സംശുദ്ധമായ ജീവിതം നയിച്ചവരാണവർ. രണ്ടാമത്തത് ഉഖ്തു മൂസ നബി അലൈഹിസ്സലാമിന്റെ സഹോദരിയാണ്. തീർന്നില്ല. മൂന്നാമതായി റസൂലുള്ളാഹി പറയുകയാണ്, അല്ല, ഈ ഹദീസിന്റെ ആദ്യത്തിൽ തന്നെ റസൂലുള്ളാഹി പറഞ്ഞ പേര് ഇമ്രാനിന്റെ മകള്, പലസ്തീനിലെ ഖതീബിന്റെ മോള്, ഇമ്രാനിന്റെ പൊന്നുമോള്, ബഹുമാനപ്പെട്ടതാകുന്ന ഇമ്രാനിന്റെ പൊന്നുമോള് ബീവി മറിയം എനിക്കുള്ളതാകുന്ന പെണ്ണാണ്. എനിക്ക് നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു വിവാഹം ചെയ്തു തരുന്ന മകളെയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതിനുവേണ്ടിയല്ലേ മുസ്ലിമേ നമ്മൾ ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ മുത്തുനബിയുടെ തൃക്കല്യാണത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കണേ അല്ലാ. ആരാണ് പെണ്ണെന്ന് പഠിച്ചു വെക്കണേ. പെണ്ണ് ബീവി മറിയമാണ്, പെണ്ണ് ബീവി ആസിയാണ്, പെണ്ണ് ബീവി ഹാറൂനിന്റേതാകുന്ന സഹോദരിയാണ്. ഇത് പരിശുദ്ധ പ്രവാചകന്റെ അധ്യാപനമാ. എന്തുകൊണ്ടാണ്? ദുനിയാവിൽ സംശുദ്ധമാകുന്ന ജീവിതം നയിച്ചപ്പോ പരിശുദ്ധ പ്രവാചകന്റെ കല്യാണം, അതും ദുനിയാവിലെ കല്യാണം പോലെയല്ല, സ്വർഗത്തിലെ കല്യാണം. എല്ലാ വിശ്വാസികളും, എല്ലാ അവിശ്വാസികളും, എല്ലാ നിരീശ്വരവാദികളും, എല്ലാ യുക്തിവാദികളും, ലോകത്തിലുള്ള സർവരും നോക്കി നിൽക്കേ റസൂലുള്ളാഹിയുടെ കല്യാണത്തിന്റെ മാമാങ്കമാണ്. അതിൽ പങ്കെടുക്കാത്തവരില്ല, അതിൽ പങ്കെടുക്കാത്ത വിശ്വാസികളില്ല. അത്രയേറെ മനോഹരമാകുന്ന കല്യാണം. അതിൽ വരുന്ന പുതിയ പെണ്ണ് ആരാണ്? അതിൽ വരുന്ന പുതിയ പെണ്ണാരാണ്? ജീവിതത്തിൽ അന്യരാകുന്ന പരപുരുഷന്മാർക്ക് മുന്നിൽ ശരീരത്തിന്റെ നഗ്നകൾ പരിപൂർണമായി മറച്ചു നടന്ന പെണ്ണാണ്. പരിപൂർണമായി മറച്ചു എന്ന് മാത്രമല്ല, ഒരന്യ പുരുഷന്റെ നിഴൽവട്ടം കണ്ടപ്പോ നിന്നെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചതാകുന്ന പെണ്ണാണ് ബീവി മറിയം റളിയല്ലാഹു അൻഹാ. അല്ലാഹ് അവരെയാണ് വിവാഹം ചെയ്തു കൊടുക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നീട്ടുന്നില്ല, ഈ സദസ്സ് ഇൻഷാ അല്ലാഹ് പിരിയാണ്. വേഗം തന്നെ നിസ്കരിക്കണം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ദുആ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ഈ സദസ്സിലുള്ളവരൊക്കെ ഒരു സ്വലാത്ത് ചൊല്ലിക്ക്. എല്ലാവരും സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലിയ സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ലാ. ആദരവായ പ്രവാചകരുടെ തിരുചാരത്തേക്ക് ഈ സ്വലാത്ത് സലാമിനെ ഈ നിമിഷം തന്നെ എത്തിക്കണേ അല്ലാ. ആ പ്രവാചകരുടെ തൃക്കല്യാണത്തിൽ ഞങ്ങളേവരെയും നീ ഉൾക്കൊള്ളിക്കണേ അല്ലാ. ഈ മുക്കുന്നം ബനാത്തിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാർക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറിയം ബീവി നയിച്ചതുപോലെയുള്ള സംശുദ്ധമായ ജീവിതം നയിച്ചാൽ നിനക്ക് ആഖിറത്തിൽ സ്വർഗ്ഗത്തിൽ കഴിയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് അവരുടെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ഗുണപാഠം. എന്താ അവർ നയിച്ചത്? കണ്ണുകൊണ്ടോ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ടോ ഹറാമിലേക്ക് തിരിക്കാതെ സംശുദ്ധത പാലിച്ചു. അതുകൊണ്ടാണ് ഖുർആൻ ആദ്യം അത് പറഞ്ഞത്, അഹ്സനത്തു ഫർജഹ. അവരവരുടെ ഗുഹ്യത്തെ സൂക്ഷിച്ചവരാണ്. ഗുഹ്യം എന്ന് പറഞ്ഞാൽ ശാരീരികമായ ബന്ധപ്പെടൽ മാത്രമല്ലല്ലോ വ്യഭിചാരം. അൽ ഐനാനി തസ്നിയാൻ ഫസിനാഹുമാ അൻ-നദറു. കണ്ണിന് വ്യഭിചാരമുണ്ട്, ഹറാമായ കാഴ്ചയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കാതിന് വ്യഭിചാരമുണ്ട്, ഹറാമായത് കേൾക്കല. അന്യ പെണ്ണുമായിട്ടുള്ള രാത്രിയിലുള്ള നിന്റെ സൊള്ളക്കം പുരുഷന്മാരെ നിനക്കതിലൂടെ നാശമുണ്ടാക്കും, നിനക്കത് നാശമായിരിക്കും. റമദാനിൽ പോലും അത്തരത്തിൽ പ്രവർത്തിച്ചവരെ കുറിച്ച് പിന്നെന്ത് പറയാൻ. ഈ റമദാൻ വിട പറയുന്നതിന് മുമ്പ് തൗബയുടെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ 29-ാം രാവ് നിലകൊള്ളുന്ന ഈ സമയത്ത് ശരിക്കും ദുആ ചെയ്യാൻ അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. റമദാനിന്റെ അവസാനത്തെ ദിവസം എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ 1 മുതൽക്ക് 28 വരെ എത്ര ലക്ഷം ആളുകളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ചോ അത്ര തന്നെ മുഴുവൻ ആളുകളെയും അത്ര എണ്ണം കണ്ട് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നത്തെ രാത്രിയിൽ ഒറ്റ രാത്രി കൊണ്ട് വീണ്ടും മോചിപ്പിക്കുന്ന
റമദാനിന്റെ ലാസ്റ്റ് രാത്രിയിൽ റമദാൻ 1 മുതൽ 29 വരെ നിലകൊണ്ടിട്ടുള്ളതാകുന്ന ആരെല്ലാം ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഓരോ ദിവസവും നരകീയ മോചനം കൊടുക്കുക. അത്ര കണ്ട് എണ്ണം കൊണ്ടിട്ടുള്ള ആളുകളെ ലാസ്റ്റത്തെ ദിവസം വീണ്ടും അള്ളാഹു നരകീയ മോചനം. അതിൽ നമ്മൾ ഉൾപ്പെടണ്ടേ? അള്ളാഹു തൗഫീഖ് തരട്ടെ. അവിടെയാണ് സഹോദരങ്ങളെ മാറ്റം, നോമ്പ് കൊണ്ട് മാറ്റമുണ്ടായ ഒരു വനിതയുണ്ട്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ബീവി മറിയം റളിയല്ലാഹു അൻഹാ. ഭയങ്കര ചരിത്രമാണ് അവർ. നോമ്പ് പിടിച്ചുകൊണ്ട് മാറ്റമുണ്ടാക്കിയെടുത്തൊരു മഹതിയാണ് അവർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا. പരിശുദ്ധമായ ഖുർആനിൽ 114 സൂക്തങ്ങളിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ അല്ലാഹു നൽകി, സൂറത്തു മറിയം. മറിയം എന്ന പേരിൽ ഒരു സൂറത്ത് റളിയല്ലാഹു അൻഹാ. അല്ലാഹു അവരുടെ ദറജ ഉയർത്തട്ടെ. ഈസാ നബിയുടെ ഉമ്മയാണ് മറിയം ബീബി റളിയല്ലാഹു അൻഹാ. ഖുർആനിൽ ഒരു സൂറത്തിന് പേര് വെക്കണമെങ്കിൽ ആ പെണ്ണ് നിസാരമായ പെണ്ണല്ല. സൂറത്തു ആയിഷ, സൂറത്തു ഖദീജ, ഇതൊരു പേരില്ലല്ലോ ഖുർആനിൽ. ശ്രദ്ധിക്കണം. സൂറത്തു മറിയം ഇതൊരു സാധാരണ പെണ്ണല്ല, ഒരു പഠിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സൂക്തം തന്നെ അല്ലാഹു വെച്ചിരിക്കുന്നത്. മറിയം നബിയെ കുറിച്ച് നബിയെ തങ്ങൾ ഓർമ്മപ്പെടുത്തണേ, സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ, അവരെ അനുസ്മരിക്കണം, അനുസ്മരണ പ്രഭാഷണം നടത്തണം. ആരുടേത്? ആരുടെ? മറിയം ബീവി റളിയല്ലാഹു അൻഹ. അവരുടെ മദ്ഹ് പറയും ഖുർആനിൽ അങ്ങനെ ചിലരുടെ പറഞ്ഞിട്ടുണ്ട്. വദ്കുറു ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സാദിഖൽ വഅദ് വകാന റസൂലൻ നബിയ്യാ വദ്കുറു ഫിൽ കിതാബി ഇദ്രീസ്. ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരുടെ പലരുടെയും സ്മരിക്കുന്ന ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വലിയ ആളുകളാണ്. അതുകൊണ്ടാണ് നിൽക്കട്ടെ. ഇവിടെ മറിയം ബീവി റളിയല്ലാഹു അൻഹ ആരാത്? ബൈത്തുൽ മുഖദ്ദസിലെ അക്കാലഘട്ടത്തിലേതാകുന്ന അതിന്റെ പരിസരത്തിൽ, ലബനാനിന്റെ പരിസരത്ത് ജീവിച്ചിരുന്ന അവിടുത്തെ ഖതീബായിരുന്നു ബഹുമാനപ്പെട്ട ഇമ്രാൻ റളിയല്ലാഹു അൻഹു. അവരുടേതാകുന്ന ഭാര്യയാണ് ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ. ഇമ്രാൻ ഹന്നത്ത് ബീവി ദമ്പതികൾ മക്കളില്ലാതെ വിഷമിച്ചു. അവസാനം അവർ ദുആ ചെയ്തു. ഹന്നത്ത് ബീവി നേർച്ച നേർന്നു, അല്ലാഹുവേ എനിക്കൊരു കുട്ടിയെ നൽകുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? കുട്ടി എന്ത് ചെയ്യാം? ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഞാൻ നേർച്ച നേർന്നേക്കാം. മസ്ജിദുൽ അഖ്സ, ഫലസ്തീനിലെ പള്ളി. 3 പള്ളികളാണല്ലോ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 പള്ളികളിലേക്ക് യാത്ര ചെയ്യൽ പുണ്യമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്ന് മസ്ജിദുൽ ഹറാമാണ്, കഅബ. അല്ലാഹു നമുക്ക് കാണാൻ തൗഫീഖ് നൽകട്ടെ. ആ കഅബ സ്ഥിതി ചെയ്യുന്ന പള്ളി പോകലും അവിടെ നിസ്കരിക്കലും വളരെ പുണ്യമാണ്. അവിടെ 1 റക്അത്ത് നിസ്കരിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ 1,00,000 റക്അത്ത് നിസ്കരിക്കുന്ന പ്രതിഫലം കിട്ടും. അവിടെ ഒരൊറ്റ റക്അത്ത് നിസ്കരിച്ചാൽ അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ പള്ളിയാണ് മസ്ജിദുൻ നബവി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൗതിക ശരീരം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പള്ളി, പ്രവാചകരുടെ പള്ളി, മദീന പള്ളി. ആ പള്ളിയിൽ 1 റക്അത്ത് നിസ്കരിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ, ഹറമും മസ്ജിദുൽ അഖ്സയും അല്ലാത്ത മറ്റുള്ള സ്ഥലങ്ങളിൽ ലോകത്ത് എവിടെ നീ 10,000 റക്അത്ത് നിസ്കരിക്കുന്നുണ്ടോ അതിന്റെ കൂലി നിനക്ക് കിട്ടും മസ്ജിദുൻ നബവിയിൽ ഒരൊറ്റ റക്അത്ത് നിസ്കരിച്ചാൽ. മദീന പള്ളി. അല്ലാഹു തൗഫീഖ് തരട്ടെ.
അപ്പോ 4 റക്അത്ത് അസർ നിസ്കരിച്ച് കഴിയുമ്പോൾ 40,000 റക്അത്ത് നിസ്കരിച്ച കൂലി കിട്ടും. അവിടെ ഒരു അസറിന്, അവിടെ ഒരു ളുഹർ 4 റക്അത്ത് നിസ്കരിച്ച 40,000. മക്കയിലെ പള്ളിയിൽ നിസ്കരിച്ചാൽ 4 ലക്ഷം. 4 റക്അത്ത് കഴിയുമ്പോൾ എത്രയായി? 4 ലക്ഷം. അതുകൊണ്ടാണ് പരമാവധി അവിടെ പോകുമ്പോൾ ഇമാമൻ ജമാഅത്ത് ശ്രദ്ധിക്കുക. ഉസ്താദുമാർ അമീറന്മാര് പറയുന്നത് മുട്ടിന് തേയ്മാന ഉസ്താദ് എന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കുക, ഉച്ചയ്ക്ക് പോകാൻ മേല, ചൂടാ ഉസ്താദ് എന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കുക. ഒരുപക്ഷെ റൂം നമ്മുടെ ഹറമിനുള്ളിലായിരിക്കാം, ഈ പറഞ്ഞ കൂലി കരഗതമാകും. എങ്കിൽ പോലും പള്ളിയിൽ പോയി ആ ജമാഅത്തിന് കിട്ടുന്ന കൂലി സഹോദരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മൂന്നാമത്തെ പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. അവിടെ 1 റക്അത്ത് നിസ്കരിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം അല്ലാഹു നൽകും. എത്ര റക്അത്താണ്? 1000. ഈ 3 പള്ളി പോലും കാണലും നിസ്കരിക്കലും ബറക്കത്തെടുക്കലും ഒക്കെ പുണ്യമാണ് വിശുദ്ധ ഇസ്ലാം.